ഹലോ ഫ്രണ്ട്സ്, കുറേ നാൾക്ക് ശേഷം ദേ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടാണ്. വേറെ ഒന്നിൻ്റെ അല്ല, വിഷുവിൻ്റെ വീഡിയോ തന്നെയാണ്. നമ്മൾ കുറേ ആയിട്ട് ഷോർട്സ് വീഡിയോ മാത്രമാണ്. അങ്ങനെ ദേ പിന്നെ രാത്രിയായപ്പോൾ ഞാൻ അച്ഛനും കൂടിയും കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ദേ നമുക്ക് കണി വെക്കാനായിട്ട് നമ്മൾ പുതിയൊരു വിളക്ക് വാങ്ങാനും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ മെയിൻ സാധനം പടക്കം വാങ്ങിയിട്ടില്ല, അപ്പോൾ എല്ലാം വാങ്ങാറിന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് ഷോപ്പിലെത്തി ദേ വിളക്ക് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോരുമ്പോൾ ഫ്രൂട്ട്സും കൂടി വാങ്ങാൻ കയറി. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കട തന്നെയായിരുന്നു, അപ്പോൾ അവിടെ പോയി സാധനങ്ങൾ എടുക്കുക പോരുന്നുണ്ടായിരുന്നു. പിന്നെ ടൗണിലാണെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കുമാണ്, നല്ല ബ്ലോക്കുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല, വിഷുവിൻ്റെ തലേദിവസമാണ് പോയത്. ഇതേ കണി വെക്കാനുള്ള ഫ്രൂട്ട്സും നിലവിളക്കൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ മെയിൻ സാധനം വിട്ടു പോയിട്ടുണ്ടായിരുന്നു, പടക്കം വാങ്ങാൻ. അപ്പോൾ അതേ പടക്കം വാങ്ങാനും കൂടി നിർത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു സൈഡിൽ മാറി നിന്നു, നല്ല തിരക്കായിരുന്നു. അച്ഛൻ പോയിട്ട് വാങ്ങിയിട്ട് വരികയാണ് ചെയ്തത്. ഇതേ വീട്ടിലെത്തി പിന്നെ നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛത്തിരി അങ്ങോട്ട് ഇടണേ. ഗൈസ്, പടക്കങ്ങളൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞു. പിന്നെ വേഗം തന്നെ പോയി മുല്ലപ്പൂ കെട്ടാനായിരുന്നു. കുറേ മുല്ലപ്പൂ കെട്ടാനുണ്ടായിരുന്നു. മുല്ലപ്പൂവും തുളസിയും കൂടി ഇടയിൽ കൂടെ വെച്ച് കെട്ടാറിഞ്ഞിട്ടായിരുന്നു. കുറേ നേരം ഇരുന്നിട്ടാണ് കെട്ടിയത്. ഞാനും അമ്മയും ചേച്ചി എല്ലാവരും കൂടി ഇരുന്ന് കെട്ടിയിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഇരുന്ന് കെട്ടി. നാളത്തേക്കുള്ളതും കൂടിയായിരുന്നു. അപ്പോൾ കണി വയ്ക്കാനും വേണം, പിന്നെ തലയിൽ വയ്ക്കാനും വേണം, എല്ലാത്തിനും കൂടിയായിട്ട് കുറേ ഉണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കണത് ഞങ്ങളത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ചെറുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ശബ്ദം കൂടിയാണ്, അതുകൊണ്ട് വോയിസ് ഓവർ എടുത്തതാണ്. അങ്ങനെ ദേ ഒരു 11 മണി 11:30 ആയപ്പോഴേക്ക് കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കെട്ടി വന്നപ്പോഴേക്ക് എന്തായാലും ടൈം പോയാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തുളസി മുല്ലപ്പൂവും കൂടി ഇടയ്ക്കിടെ അപ്പോൾ വൈറ്റും ഗ്രീനും കൂടി വന്നപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ കെട്ടണത്. അല്ലെങ്കിൽ എപ്പോഴും മുല്ലപ്പൂ മാത്രമല്ലേ കെട്ടാറ്, ഇതാവുമ്പോൾ ഒരു വെറൈറ്റി ആവും ചെയ്തു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണി ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അച്ഛൻ കണിയൊക്കെ ഒരുക്കാൻ തുടങ്ങി. ഇതേ ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട്. അച്ഛനായിരുന്നു കണി ഒരുക്കിയിരുന്നത്. പിന്നെ നമ്മൾ കണ്ണന് വേണ്ടിയിട്ടൊരു മാലയും കെട്ടിയിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ കൊണ്ട് തന്നെ. കണിയെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ വിഷുവിൻ്റെ തലേന്നത്തെ അത്രേ ഉള്ളത്. കണിയൊക്കെ അടിപൊളി സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോയി കടന്നുറങ്ങി. രാവിലെ എണീച്ച് കണി കാണലാണ്. അങ്ങനെ ദേ രാവിലെ എണീച്ച് കണിയൊക്കെ കണ്ടു. കണി കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് അച്ഛനാണ് കൈനീട്ടം തരും. അപ്പം അച്ഛൻ്റെ കാലൊക്കെ പിടിച്ച് ഞങ്ങൾ കൈനീട്ടം വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളി, അമ്പലത്തിൽ പോയല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ദേ വിഷുക്കോടി ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ധാവണിയായിരുന്നു. അപ്പോൾ ദേ ഞാനും ഫ്രണ്ടും ഒരേപോലെ തന്നെയായിരുന്നു, ഏകദേശം ഒരേപോലെയായിരുന്നു. എടുത്തു വന്നപ്പോൾ ഒരേപോലെ ഏതാണ് പറഞ്ഞെടുത്തതൊന്നും ആയിരുന്നില്ല. പിന്നെ ദേ അമ്മയാണ് ധാവണി എടുത്ത് തരുന്നത്. എനിക്ക് എടുക്കാനറിയില്ല, അപ്പോൾ അമ്മ എടുത്ത് തരും. അതുകൊണ്ട് നമ്മൾ മെല്ലെയുള്ള വീഡിയോ എടുക്കാൻ പറ്റുക. ഇളകിക്കഴിഞ്ഞാൽ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ അതെ ഞങ്ങൾ ധാവണിയൊക്കെ എടുത്ത് സെറ്റായി ഒരുങ്ങി അമ്പലത്തേക്ക് പോവുകയാണ്. ചേച്ചി ഉണ്ടായിരുന്നു കൂടെ, അവൾക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പോഴേക്ക് 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് വിളി തുടത്തിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ദേ അവരും വന്ന്. പിന്നെ ചേച്ചി ഞങ്ങളൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവൾക്ക് വേഗം പോകുന്നതായിരുന്നു, അവൾ പോകുന്നു. ഞങ്ങൾ
കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. കുറേ അതേ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ബാക്കിലും എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടുകളുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും കുറേ എടുത്ത് അതൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് കൊടുക്കുക ഫോട്ടോസൊക്കെ. പിന്നെ അതേ വേഗമല്ല കുറേ കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് പോകുന്നു. കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ എല്ലാവരും ഏട്ടന്മാരും അങ്ങനെ എല്ലാവരും ഒക്കെ കൈനീട്ടം തരും. പക്ഷേ അമ്മമ്മേൻ്റെ അവിടേക്കൊന്നും അങ്ങനെയല്ല, കണി വയ്ക്കൊന്നുമില്ല. അമ്പലത്തിൽ നിന്ന് കണി വയ്ക്കണം. ഇവിടെ അങ്ങനെയല്ല, എല്ലാ വീട്ടിലും കണി വയ്ക്കും, കൈനീട്ടം തരലൊക്കെ ഉണ്ട്. അങ്ങനെ ദേ വീട്ടിൽ വന്ന് പിന്നെ വേഗം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അട ഉണ്ടല്ലോ, അട കഴിച്ചു. അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്ക് 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊന്നും മാറ്റിയില്ല, വേഗം അട കഴിക്കുകയാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി പിന്നെ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, സദ്യ ആയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ദേ നമുക്ക് വിഷുവിന് സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ സദ്യയൊന്നുമല്ല, എന്നാലും അത്യാവശ്യത്തിനൊക്കെ ഉള്ള സദ്യയായിരുന്നു. പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസമായിരുന്നു. അപ്പോൾ ദേ അതും എടുത്ത് സദ്യ എടുത്ത് നമ്മൾ പിന്നെ വേഗം തന്നെ സദ്യ കഴിച്ച്. ഞാൻ കഴിക്കാനിരിക്കുമ്പോഴേക്ക് അമ്മയും അച്ഛനും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ കഴിച്ച പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി, അച്ഛന് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും എടുത്ത് തരാൻ ആരുമില്ല, ഞാൻ ക്യാമറ എവിടെയൊക്കെ വെച്ചിട്ടാണ് എടുത്തത്. അതാണ് ലൈറ്റ് ബാക്കിൽ നിന്ന് അടിക്കണം, എപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വിഷു ഉണ്ടാകുന്നത്. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടാകുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.